ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലവൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലിത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ്. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. 2016-17 അധ്യയന വർഷത്തിലേക്കുള്ള പ്രവേശനം ആരംഭിച്ചിരിക്കുന്നു. എയർ കണ്ടീഷൻ പ്ലേ ക്ലാസ്, ആധുനിക സംവിധാനങ്ങളോടുകൂടിയ പ്രത്യേക KG സെക്ഷൻ, ഉന്നത നിലവാരമുള്ള അധ്യാപകർ, കരാട്ടെ, യോഗ ക്ലാസുകൾ, ചിട്ടയായ അധ്യാപനം, മികച്ച അച്ചടക്കം, വിശാലമായ ലൈബ്രറി, കമ്പ്യൂട്ടർ, സയൻസ്, മാത്സ് ലാബുകൾ, കുട്ടികളിലെ കലാകായിക രംഗത്തെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് ആർട്സ് ആൻഡ് സ്പോർട്സ്, മ്യൂസിക്, ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ട്രെയിനിംഗ്. KMJ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, കുളത്തൂപ്പുഴ, കൊല്ലം. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജേഷ്. പ്രധാന വാർത്തകൾ. കുരിയോട്ടുമല ആദിവാസി കോളനിയിൽ വീട് കത്തിച്ചയാൾ അറസ്റ്റിലായത് കുരിയോട്ടുമല നിവാസിയായ ശിവൻകുട്ടി. പത്തനാപുരത്തെ LDF നേതൃത്വത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി K പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി ഭീമൻ രഘു. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. വാർത്തകൾ വിശദമായി. കുരിയോട്ടുമല ആദിവാസി കോളനിയിൽ വീട് കത്തിച്ച സംഭവത്തിൽ പ്രതി അറസ്റ്റ്. കുരിയോട്ടുമല നിവാസി ശിവൻകുട്ടിയാണ് അറസ്റ്റിലായത്. പുനലൂർ DYSP S മധുസൂദനന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ പുനലൂർ SI CK മനോജിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഞായറാഴ്ച രാത്രിയോടെ പാലോടെ ബെങ്കോല എന്ന സ്ഥലത്തു നിന്ന് ശിവൻകുട്ടിയെ പിടികൂടിയത്. കഴിഞ്ഞ മാസം 13-നാണ് കേസിനാസ്പദമായ സംഭവങ്ങളുടെ തുടക്കം. ഈ കുരിയോട്ടുമലയിലെ ആദിവാസി കോളനിയിൽ തീവെപ്പ് കേസിലെ പ്രതിയാണ് ഇന്നലെ രാത്രി ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ശിവൻകുട്ടി എന്ന 30 വയസ്സുള്ള ശിവൻകുട്ടി. ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ കുരിയോട്ടുമലയിൽ സംഘർഷാവസ്ഥ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഈ ശിവൻകുട്ടി എന്ന് പറഞ്ഞ ആള് ഈ പട്ടികജാതിപ്പെട്ട ആളാണ്. അവിടുത്തെ കോളനി പട്ടികവർഗ കോളനിയാണ്, ആദിവാസി കോളനി. ഈ ആദിവാസി കോളനിയിലെ ഒരു വീടിന് ഇയാളെ തീ വെച്ച് നശിപ്പിച്ചിട്ടുണ്ട്. അതിൽ ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അന്നോട്ട് പ്രതി ഒളിവില്ല. അതിനുശേഷം ഇന്നലെ പാലോട് മടത്തറ ഭാഗത്തുനിന്ന് വേങ്കോല ഭാഗത്തുനിന്ന് ഇയാളെ രാത്രി ഞങ്ങൾ ബഹുമാനപ്പെട്ട DYSP S മധുകുമാർ സാറിന് മൻസൂർ സാറിന് കിട്ടിയ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഞാനും SI CK മനോജ് ഞങ്ങൾ പോയി അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ഈ സംഭവത്തിൽ ക്ഷുഭിതരായിട്ടുള്ള ഈ കോളനി വാസികൾ എല്ലാവരും കൂടെ തന്നെ ഈ പ്രതിയുടെ വീടിനെ പ്രതിയുടെ വീടിനെ പൂർണ്ണമായിട്ട് നശിപ്പിച്ചിട്ടുണ്ട്. അതിലേക്ക് ഞങ്ങൾ മറ്റൊരു കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടാൽ അറിയാവുന്ന ഒരു 30ഓളം പ്രതികളും വേറെ ഒരു 6 നെയിംഡ് അക്യൂസ്ഡിന്റെ പേര് ഞങ്ങൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സംഘർഷാവസ്ഥയായിട്ട് ഒരു സിറ്റുവേഷൻ ആയിരുന്നു. യഥാർത്ഥത്തിൽ അനധികൃതമായിട്ടാണ് ഈ പ്രതി അവിടെ താമസിച്ചിരിക്കുന്നത്. അത് ST കോളനിയാണ്. ഇയാൾ SC കാറ്റഗറിയിൽപ്പെട്ടതാണ്. ഇയാളുടെ ഒരു ബന്ധു എന്നാണ് പറയുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞങ്ങൾക്ക് വെളിവായിട്ടുണ്ട് ഇയാൾ പട്ടികജാതിയിൽപ്പെട്ടതാണ്. അവിടുത്തെ കോളനി പട്ടികവർഗത്തിൽപ്പെട്ട കോളനി, ആദിവാസി കോളനിയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഇയാൾ അനധികൃതമായിട്ടാണ് ഈ കോളനി താമസിച്ചിരിക്കുന്നത് എന്നുള്ളത്.
കുരിയോട്ടുമല ആദിവാസി കോളനിയിലെ താമസക്കാരിയായ കമ്പിവിള വീട്ടിൽ രാജമ്മയുടെ വീട് പ്രതി തീവച്ച് നശിപ്പിക്കുകയായിരുന്നു. ഇതിനെതിരെ കോളനി നിവാസികൾ പുനലൂർ പോലീസിൽ പരാതി നൽകിയിരുന്നു. പട്ടികജാതിക്കാരനായ പ്രതി പട്ടികവർഗ കോളനിയിൽ അനധികൃതമായി താമസിച്ചു വരികയായിരുന്നുവെന്ന് ആരോപിച്ച് കോളനി നിവാസികൾ പ്രതിയുടെ വീട് തല്ലി തകർക്കുകയും കോളനിയിൽ സംഘർഷാവസ്ഥ സൃഷ്ടിക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് പ്രതി മടത്തറ വെഞ്ഞാറമ്മൂട് പ്രദേശങ്ങളിൽ ഒളിവിൽ താമസിച്ചു വരികയായിരുന്നു. ഇതിനിടെയാണ് ഇയാൾ പോലീസിന്റെ പിടിയിലായത്. അറസ്റ്റിലായ പ്രതിയെ തിങ്കളാഴ്ച കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആദിവാസി യുവാക്കളെ മർദ്ദിച്ച സംഭവത്തിൽ രാഷ്ട്രീയക്കാർ ഇടപെട്ടതോടെ അന്വേഷണം നേർവഴിക്കായി. ഒളിവിൽ കഴിഞ്ഞിരുന്ന യഥാർത്ഥ പ്രതിയെ പോലീസ് വിദഗ്ധമായി അറസ്റ്റ് ചെയ്തു. കുരിയോട്ടുമല ആദിവാസി കോളനിയിൽ കമ്പിവിള വീട്ടിൽ രാജമ്മയുടെ വീട് കത്തിച്ചതോടെയാണ് കോളനിയിൽ പ്രശ്നങ്ങൾക്ക് തുടക്കമായത്. സംഭവം അന്വേഷിക്കാനെത്തിയ പുനലൂർ പോലീസ് 2 ആദിവാസി യുവാക്കളെ മർദ്ദിച്ചു. ഇതോടെ പ്രതിഷേധവും ശക്തമായി. ആദിവാസി കുടുംബങ്ങളിൽപ്പെട്ടവർ സംഘടിച്ച് പുനലൂർ പോലീസ് സ്റ്റേഷൻ ഉപരോധിക്കുകയും ചെയ്തു. ആദിവാസികൾക്ക് പിന്തുണയുമായി രാഷ്ട്രീയക്കാരും രംഗത്തു വന്നു. കൊല്ലം DCC പ്രസിഡന്റ് കൊടിക്കുന്നിൽ സുരേഷ് MP, CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം S ജയമോഹൻ, പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ എന്നിവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന ആദിവാസി യുവാക്കളെ സന്ദർശിച്ചു. സിനിമാ നടൻ ഭീമൻ രഘുവും BJP നേതാക്കളും സംഭവവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിലെത്തിയിരുന്നു. ആദിവാസി യുവാക്കളെ മർദ്ദിച്ച പോലീസിനെതിരെ നടപടി വേണമെന്ന് DCC പ്രസിഡന്റും CPM നേതാക്കളും ആവശ്യപ്പെട്ടു. കോളനിയിൽ അനധികൃതമായി താമസിച്ചു വന്നിരുന്ന ശിവൻകുട്ടി എന്നയാളാണ് യഥാർത്ഥ പ്രതിയെന്ന് അറിയാമായിരുന്നെങ്കിലും ഇയാളെ അറസ്റ്റ് ചെയ്യാൻ ആദ്യം പോലീസ് കൂട്ടാക്കിയില്ല. എന്നാൽ സംഭവം വിവാദമായതോടെ പോലീസ് നടത്തിയ ശക്തമായ അന്വേഷണത്തിലാണ് ഒടുവിൽ പ്രതിയെ പിടികൂടാൻ സാധിച്ചത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയെ പരിഗണിക്കപ്പെടുന്ന ചലച്ചിത്ര താരം ഭീമൻ രഘു ഗാന്ധി ഭവനിൽ സന്ദർശനം നടത്തി. ഗുരുവന്ദന സംഘവും അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ ഗാന്ധിഭവൻ അങ്കണത്തിലെത്തിയ ഭീമൻ രഘുവിനെയും BJP നേതാക്കളെയും ഗാന്ധിഭവൻ സെക്രട്ടറി ഡോക്ടർ പുനലൂർ സോമരാജനും അന്തേവാസികളും ചേർന്ന് സ്വീകരിച്ചു. തുടർന്ന് അദ്ദേഹം അന്തേവാസികളെ റൂമുകളിലെത്തി സന്ദർശിക്കുകയും ചെയ്തു. ചലച്ചിത്ര പ്രവർത്തകരും ഗാന്ധിഭവൻ അന്തേവാസികളുമായ TP മാധവൻ, പാലാ തങ്കം എന്നിവരുമായും ഭീമൻ രഘു സൗഹൃദം പങ്കുവയ്ക്കുകയും കുശലാന്വേഷണം നടത്തുകയും ചെയ്തു. തുടർന്ന് ഗാന്ധിഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്ന ഗുരുവന്ദന സംഗമം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തു. നിത്യവും ഗാനം ആലപിച്ചാണ് ഭീമൻ രഘു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തത്. നമാമി വിഘ്നേശ്വരം പാദപങ്കജം നമഃ നമഃ ശ്രീ മഹാഗണപതേ നമഃ. പുനലൂർ സോമരാജൻ അധ്യക്ഷത വഹിച്ചു. BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി, വില്ലൂർ സന്തോഷ്, മാലൂർ ഉണ്ണികൃഷ്ണൻ, സുജി കവലയിൽ, പാതിരിക്കൽ ശശിധരൻ, പ്രശാന്ത് തുടങ്ങിയ BJP നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ നടന്നുവരുന്നതായി ഭീമൻ രഘു മാധ്യമങ്ങളെ അറിയിച്ചു. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വമാണ് കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും ചരിത്രകാരൻ അഭിപ്രായപ്പെട്ടു. സ്ഥാനാർത്ഥി ചർച്ചകൾ പുരോഗമിക്കുന്ന സാഹചര്യത്തിൽ വരും ദിവസങ്ങളിൽ മണ്ഡലത്തിൽ സജീവമാകുമെന്നും പത്തനാപുരത്തേത് വാശിയേറിയ താരപോരാട്ടം തന്നെ ആയിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാഷ്ട്രീയത്തിന്റെ BJPയുടെ പാർട്ടിക്കാർ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിൽക്കും. പത്രത്തിൽ കൂടിയും ബാക്കിയുള്ളവരൊക്കെ പറയുന്നുണ്ട് ഞാനാണ് സ്ഥാനാർത്ഥി. എൻ്റെ അടുത്തും പല ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഞാൻ പറഞ്ഞ പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ ഞാനായിരിക്കും അല്ലേ. പാർട്ടി തീരുമാനിച്ചു കഴിഞ്ഞാൽ ഞാനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി എന്ന് പറഞ്ഞാൽ സ്ഥാനാർത്ഥി ആയിരിക്കും. അതുവരെ പാർട്ടിയുടെ ഒരു ഡിസിഷൻ വന്നിട്ടില്ല. ഇതുവരെ ചർച്ചകൾ നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളതാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. എന്താണ് കറക്റ്റ് ആയിട്ടുള്ളത്? അതിനെ സംബന്ധിച്ച് നിരവധി സ്ഥാനാർത്ഥികളുടെ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് പാർട്ടി ദേശീയ അധ്യക്ഷനാണ് പ്രഖ്യാപിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും അത് പ്രഖ്യാപിക്കുമ്പോൾ ആയിരിക്കും കറക്റ്റായിട്ട് സ്ഥാനാർത്ഥിയാണോ ഇല്ലയോ എന്നുള്ള അറിയും. പലരും പറയുന്നത് പത്തനാപുരത്ത് വരുന്നത് ഒരു വില്ലനും ഒരു നായകനും ഒരു കോമാളിയാണെന്നുള്ള രീതിയിൽ ഇങ്ങനെ ഹാസ്യപരമായ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. വില്ലനുമല്ല, കോമാളിയല്ല, പിന്നെ രാഷ്ട്രീയ പ്രവർത്തകർ. ഇവർ മൂന്നുമല്ല, 3 ഹീറോസാണ് പത്തനാപുരത്ത് മത്സരിക്കുന്നത്. നല്ല അരക്കിട്ടുറപ്പിച്ച 3 ഹീറോസ് ആണ് പത്തനാപുരത്ത് മത്സരിക്കുന്നത്.
എത്രത്തോളം മാനസികമായിട്ട് അതിനകത്ത് തയ്യാറെടുപ്പായിരുന്നു? മാനസികമായിട്ട് എന്നേ തയ്യാറെടുപ്പ്, ഈ പ്രായത്തിലെ തയ്യാറെടുത്ത് കഴിഞ്ഞു. പത്തനാപുരത്തെത്തിയ അദ്ദേഹത്തെ മഞ്ചള്ളൂർ ജംഗ്ഷനിൽ BJP പ്രവർത്തകർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പട്ടാഴി, രതീഷ് ഇരണൂർ എന്നിവരും ഭീമൻ രഘുവിനൊപ്പം ഉണ്ടായിരുന്നു. തുടർന്ന് പട്ടാഴി പൂക്കുന്നിമല കുടിവെള്ള പദ്ധതി പ്രദേശവും അദ്ദേഹം സന്ദർശിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. Pushpagreen Central School, Edaman 34. The school follows CBSE curriculum, most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab, and a library. In Pushpagreen, happy kids, children play, learn and grow together. Bus facilities are available. Pushpagreen Central School, Edaman 34. Managed by Pushpagreen Educational and Charitable Trust. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം, GMP ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. SMV Herbal Remedies Private Limited, കുന്നിക്കോട്. പറയാതെ ഞാൻ കാത്തിരുന്ന ദിവസം മറക്കാൻ കഴിയുന്നതല്ല നീ എന്റേതായ നിമിഷം. പരിശുദ്ധമായ സ്വർണം ഓർമ്മകൾക്ക് കൂടുതൽ തിളക്കമേകുന്നു. പവിത്രം ജുവലേഴ്സ്, മാർക്കറ്റ് റോഡ്, പുനലൂർ. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. ഞങ്ങളുടെ സേവനങ്ങൾ ജനറൽ ഒഫ്താൽമോളജി, തിമിര ശസ്ത്രക്രിയ, ഗ്ലൈക്കോമ, കോർണിയ, ഡയബറ്റിക് റെറ്റിനോപ്പതി, പീഡിയാട്രിക് ഒഫ്താൽമോളജി, ലോ വിഷൻ, റിഫ്രാക്ഷൻ സർവീസ്, കോണ്ടാക്ട് ലെൻസ്, മെഡിക്കൽ റെറ്റിന, ഓർബിറ്റ് ആൻഡ് ഒക്ലോപ്ലസി, ക്ലിനിക്കൽ ലബോറട്ടറി, ലേസർ സർവീസ്, ഒപ്റ്റിക്കൽസ് ആൻഡ് കമ്മ്യൂണിറ്റി ഒഫ്താൽമോളജി. ഭാരത് കണ്ണാശുപത്രി, കൃഷ്ണൻ കോവിലിന് എതിർവശം, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജുവലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജുവലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. ഹോളി മാസ് സെൻട്രൽ സ്കൂൾ, ഇടമൺ. കമ്പ്യൂട്ടർ ടീച്ചിംഗ്, മികച്ച സൂപ്പർവിഷൻ ആൻഡ് ഗൈഡൻസ്, അഫോർഡബിൾ ഫീസ്, ഫ്രീ ആൻഡ് സ്പെഷ്യൽ ട്യൂഷൻ ഫോർ ദ ബാക്ക്വേർഡ്. എല്ലാ റൂട്ടിലേക്കും സ്കൂൾ ബസ് സൗകര്യവും പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ അധ്യാപനം. പുതിയ കരിക്കുലം അനുസരിച്ച് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ആർട്സ് ആൻഡ് സ്പോർട്സ്, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്, സ്മാർട്ട് ക്ലാസ് എന്നിവ ഞങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കായി ഉറപ്പു നൽകുന്നു. Classes started for LKG to all classes. Holy Mass Central School, Idaman. പത്തനാപുരത്ത് LDF നേതൃത്വത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു സെമിനാർ ഉദ്ഘാടനം ചെയ്തു. LDF നേതൃത്വത്തിൽ പത്തനാപുരം ക്രൗൺ ഓഡിറ്റോറിയത്തിൽ നടന്ന വികസന സെമിനാർ മുൻ MLAയും CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറിയുമായ അഡ്വക്കേറ്റ് K പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. യഥാർത്ഥ വികസനം സാക്ഷാത്കരിക്കണമെങ്കിൽ റോഡുകളും പാലങ്ങളും കെട്ടിടങ്ങളും ഒക്കെ ഉണ്ടാകുന്നതോടൊപ്പം ജനങ്ങൾക്ക് വികസനം ഉണ്ടാകും. ആ വികസനം നേടിയെടുക്കുമ്പോഴാണ് മനുഷ്യ വിഭവശേഷിയിൽ കാര്യമായ മാറ്റം നമുക്ക് ഉണ്ടാക്കാൻ കഴിയുന്നത്. ഇന്ത്യ വികസിക്കുന്നില്ല എന്ന് നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല. എന്നാൽ ഐക്യരാഷ്ട്രസഭയുടെ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ മനുഷ്യ വിഭവശേഷിയുടെ വികസനത്തിൽ 188 രാജ്യങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ
ഇന്ത്യ രാജ്യം 130ാമത്തെ സ്ഥാനത്താണ് ഇപ്പോഴും നിൽക്കുന്നത്. 130ാമത്തെ സ്ഥാനമാണ് ഇന്ത്യക്കുള്ളത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. ലോകത്തെ 2ാമത്തെ ജനസംഖ്യയാണ് ഇപ്പോൾ നമുക്കുള്ളത്. എന്ന് 1ാമതെത്തും എന്നുള്ളത് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനത നമ്മുടെ രാജ്യത്തുണ്ട്. 30 കോടിയിലേറെ ആളുകളാണ് കൊടും ദാരിദ്ര്യം അനുഭവിക്കുന്നവരായി ഇന്ത്യയിലുള്ളതായി ഇന്ന് കണക്കാക്കിയിട്ടുണ്ട്. ഭരണഘടനയിൽ വിഭാവനം ചെയ്യുന്ന അടിസ്ഥാന പ്രമാണങ്ങളുടെ കാര്യത്തിൽ പോലും വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സന്ദർഭവും ആണ്. ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായി തുടരുമോ എന്ന് നമുക്ക് പറയാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഇന്ത്യ ഒരു മതേതരത്വ രാജ്യമായി തുടരുമോ എന്ന് പറയാൻ കഴിയാത്ത സാഹചര്യം നിലനിൽക്കുന്നു. ഇന്ത്യൻ ഭരണകർത്താക്കളുടെ ഏറ്റവും വലിയ മുഖമുദ്ര എന്താണെന്ന് ചോദിച്ചാൽ അസഹിഷ്ണുതയാണ് എന്ന് നമുക്ക് പറയേണ്ടി. ഇല്ലാത്ത കാര്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആളുകളെ വേട്ടയാടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ഇന്ന് ഇന്ത്യയിൽ ജീവിക്കുന്നത്. ഇന്ത്യ രാജ്യത്തിനെ ജനാധിപത്യ ബോധമുള്ള ഒരാൾ പോലും ഇന്ത്യക്ക് അപകീർത്തികരമായ ഒരു കാര്യവും നമ്മുടെ നാട്ടിൽ പറയുന്നില്ല. ഭീകരവാദികളോ വേറെ വല്ല നുഴഞ്ഞുകയറ്റക്കാരോ ഒക്കെ പറയുന്നുണ്ട്. ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഈ രാജ്യത്തോട് ദേശഭക്തിയുള്ള ഒരാളും ഇന്ത്യക്കെതിരായ ഒരു മുദ്രാവാക്യവും വിളിക്കുന്നില്ല. എന്നാൽ രാജ്യത്തിനെതിരെ രാജ്യദ്രോഹ നടപടികൾ ചെയ്തു എന്ന പേര് പറഞ്ഞുകൊണ്ട് വിദ്യാർത്ഥികളെയും യുവാക്കളെയും രാജ്യദ്രോഹികളായി ചിത്രീകരിക്കുകയും അവർക്കെതിരെ കേസെടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ്. അതാണ് അസഹിഷ്ണുതയുടെ കാലഘട്ടം എന്ന് ഞാൻ പറഞ്ഞു. പത്തനാപുരം MLA KV ഗണേഷ് കുമാർ വികസന സെമിനാറിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ നാടിനെ രക്ഷിക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷ മുന്നണിയുടെ ലക്ഷ്യം. അധികാരം വിട്ടൊഴിയുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പ് അവസാന ക്യാബിനറ്റിലും കേരളത്തിന്റെ 425 ഏക്കർ വരുന്ന കായൽ മണ്ണിട്ട് നികത്താൻ കുത്തക മുതലാളിക്ക് പതിച്ചു കൊടുക്കുന്ന അഴിമതിയുടെ സർക്കാരല്ല നമുക്ക് വേണ്ടത്. പാരിസ്ഥിതിയെ മുൻനിർത്തിക്കൊണ്ട് മുന്നോട്ട് ഭരണം നടത്താം. ഒരു മന്ത്രിയുടെ ജോലി എന്ന് പറയുന്നത് സർക്കാരിന്റെ സ്വത്തുക്കൾ സംരക്ഷിക്കുക എന്നുള്ളതാണ്. അല്ലാതെ കണ്ടവർ എഴുതി കൊടുക്കുക എന്നുള്ളതല്ല. പാവപ്പെട്ടവർക്ക് ഭൂമി കൊടുക്കുന്നുവെന്ന പേരിൽ ഭൂമി കൊടുക്കുമെന്ന് പറഞ്ഞ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ കൊടുത്ത ഭൂമിയുടെ കടലാസല്ലാതെ ഭൂമി കിട്ടാത്തതുകൊണ്ടാണ് തെന്മലയിലും മറ്റു തോട്ടങ്ങളിലേക്കും പാവപ്പെട്ടവർ കയറി താമസിക്കുന്നത്. കാരണം എന്താ, പട്ടയത്തിന്റെ കടലാസ കിട്ടിയുള്ളൂ, ഭൂമി കിട്ടിയില്ല. കൊടുത്ത കടലാസ് അനുസരിച്ച് ചെന്ന് നോക്കുമ്പോൾ ഭൂമിയില്ല. ഇതെല്ലാം ചെയ്യുന്നത്, ഇതെല്ലാം കണ്ണിൽ പൊടിയിടുകയാണ്. ഇട്ടുകൊണ്ട് കുത്തക മുതലാളിമാർക്ക് കായലിൽ നികത്താനും ഭൂമി പതിച്ചു കൊടുക്കാനും ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയമാണ്, ഭരണമാണ് കേരളത്തിൽ കണ്ടത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം K രാജഗോപാൽ മുഖ്യപ്രഭാഷണം നടത്തി. CPI കുന്നിക്കോട് മണ്ഡലം സെക്രട്ടറി GR രാജീവൻ സ്വാഗതം ആശംസിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം B അജയകുമാർ, CPI ജില്ലാ കമ്മിറ്റി അംഗവും ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് S വേണുഗോപാൽ, CPM ഏരിയ സെക്രട്ടറി N ജഗദീശൻ, പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H നജീവ് മുഹമ്മദ്, മുൻ ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ബിജു K മാത്യു, R സഹദേവൻ, കേരള കോൺഗ്രസ് B നേതാക്കളായ നെടുവന്നൂർ സുനിൽ, ഫാരദ് റഹീം, തങ്ങൾ ബാവ, ഏലിയാമ്മ ടീച്ചർ, VJ വിജയകുമാർ, പിറവന്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS ശശികല, പട്ടാഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KB ശ്രീദേവി തുടങ്ങി നിരവധി പ്രമുഖർ വികസന സെമിനാറിൽ പങ്കെടുത്തു. പത്തനാപുരം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ 15 വർഷത്തിനുള്ളിൽ നടന്നിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ സെമിനാറിൽ ചർച്ച ചെയ്യപ്പെട്ടു. ഇനി നടക്കുവാനുള്ള വികസന പ്രവർത്തനങ്ങളുടെ നിർദ്ദേശങ്ങളും സെമിനാറിൽ ചർച്ച ചെയ്തു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ചിതറയിൽ ട്രാഫിക് നിയമ ബോധവൽക്കരണ ക്യാമ്പ് സംഘടിപ്പിച്ചു. കടക്കൽ SI DS ദിലീപ് കുമാർ ദാസ് ക്യാമ്പിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ചിതറ ഗവൺമെന്റ് LP സ്കൂളിൽ ശനിയാഴ്ച രാവിലെയാണ് കടക്കൽ ജനമൈത്രി പോലീസിന്റെ നേതൃത്വത്തിൽ ട്രാഫിക് ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത്. പ്രദേശത്തെ ഓട്ടോ ടാക്സി ഡ്രൈവർമാർക്ക് വേണ്ടിയായിരുന്നു ക്ലാസ്. ജില്ലാ പഞ്ചായത്ത് അംഗം പുഷ്കറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം കടക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ DS ദിലീപ് കുമാർ ദാസ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങുകൾക്ക് ഒരു 70 വയസ്സുകാർക്ക് മരിച്ച സംഭവം എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. എല്ലാവരും മദ്യപിച്ചു, മദ്യപിച്ചു, ഓട്ടോറിക്ഷ മറിഞ്ഞു, 70 വയസ്സുകാരൻ ഒരാൾ മരിച്ചത് സംഭവിക്കുകയാണ്. എങ്കിലും ഓട്ടോറിക്ഷ ഭാഗത്തു നിന്ന്, ഓട്ടോറിക്ഷ ഡ്രൈവേഴ്സിന്റെ ഭാഗത്തു നിന്ന് വളരെയധികം കുറവാണ്. അതിന് വളരെ സന്തോഷമുള്ള കാര്യമാണ്. റോഡ് മര്യാദ പാലിക്കണം, പരമാവധി പരസ്പരം റെസ്പെക്ട് ചെയ്യുക, സിഗ്നൽസ്. ഇപ്പം കഴിഞ്ഞ ദിവസം തന്നെ ഇവിടെ എനിക്ക് ചിതറയിലാണ്
പെട്ടെന്ന് കട്ട് ചെയ്തെടുത്ത സമയത്ത് വണ്ടി എന്റെ വണ്ടിയിൽ അതേ സ്പീഡിലാണ് വന്നതെങ്കിൽ ഒരു പക്ഷേ തട്ടുമായിരുന്നു. ഞാൻ പർപ്പസ്ഫുള്ളായിട്ട് അയാൾക്ക് കെറ്റി കൊടുത്തു. കെറ്റി അടയ്ക്കാൻ പൈസ 60 രൂപയ്ക്ക് ഓടിയത് പറഞ്ഞു. 60 രൂപയും വാങ്ങിച്ചു. 100 രൂപയുടെ റെസിപ്റ്റ് കൊടുത്തു. അത് മനഃപൂർവ്വം കൊടുത്തതാണ്. അപ്പൊ അത്തരം മനഃപൂർവ്വം കൊടുക്കുന്നതാണ്. അതായത് ആരെങ്കിലും ഒന്ന് ചോദിക്കാൻ വേണം. ഞാനത് കണ്ടിട്ട് കാണാതെ പോയാൽ അത് ശരിയായ നടപടിയല്ല. ജനമൈത്രി പോലീസ് CRO സജീവ് സ്വാഗതം പറഞ്ഞു. മുൻ പഞ്ചായത്ത് അംഗം ഷിബുലാൽ, ഓട്ടോറിക്ഷ തൊഴിലാളി പ്രതിനിധി റാഫി, ടാക്സി ഡ്രൈവേഴ്സ് പ്രതിനിധി മുകേഷ്, പോലീസ് അസോസിയേഷൻ മെമ്പർ ശ്രീജിത്ത് എന്നിവർ സംസാരിച്ചു. ട്രാഫിക് ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട് കടക്കൽ പോലീസ് സബ് ഇൻസ്പെക്ടർ ഉണ്ണികൃഷ്ണൻ ക്ലാസ് നയിച്ചു. IPC എന്ന ചുരുക്കപ്പേരോടുകൂടി ഇന്ത്യൻ പീനൽ കോഡ് എന്ന നിയമ സംഹിതയാണ് ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് നിലനിൽക്കുന്ന നിയമം. 511 വകുപ്പുകളും അതിന്റെ ഉപവകുപ്പുകളും ചേർന്ന് ഉള്ള ഒരു നിയമമാണ് IPC അല്ലെങ്കിൽ ഇന്ത്യൻ പീനൽ കോഡ് എന്ന് പറയുന്നത്. കാലാകാലങ്ങളിൽ നിയമത്തിന്റെ പ്രസക്തി ചില നിയമവുമായി ബന്ധപ്പെട്ട് ഇല്ലാതെ വരുന്ന കാലത്താണ് നിലവിലുള്ള നിയമം പോരാ എന്ന് സമൂഹം അംഗീകരിച്ച് ആ നിലനിൽക്കുന്ന നിയമത്തിൽ അമെന്റ്മെന്റുകൾ വരുത്തി പുതിയ നിയമങ്ങൾ പാസാക്കി ഭാരതത്തിൽ എമ്പാടും ഇപ്പോൾ പുതിയ അമെന്റ്മെന്റുകൾ നിയമത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. ട്രാഫിക് ബോധവൽക്കരണത്തിന്റെ ഭാഗമായുള്ള ദൃശ്യാവിഷ്കരണവും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. കനത്ത ചൂടും വരൾച്ചയും കിഴക്കൻ മേഖലയെ തകർക്കുന്നു. കർഷകർ ദുരിതത്തിൽ. കൊടിയ വരൾച്ചയും ചൂടും രൂക്ഷമായതോടെ വാഴകൃഷികൾ നശിക്കുകയാണ്. വാഴകൃഷിയിലൂടെ ആദായവും വരുമാനവും കാത്തിരുന്ന ആയിരക്കണക്കിന് കർഷകർ ഇതിലൂടെ ദുരിതത്തിലായിരിക്കുകയാണ്. മുൻ വർഷങ്ങളിലൊന്നും ഉണ്ടായിട്ടില്ലാത്ത അതിശക്തമായ ചൂടും വരൾച്ചയുമാണ് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെന്നും ഇത് വാഴകൃഷിയെ മാത്രമല്ല മുഴുവൻ കാർഷിക മേഖലയെയും തകർക്കുമെന്നും കർഷകർ പറയുന്നു. കർഷകരിൽ ബഹുഭൂരിപക്ഷം ആളുകളും വാഴകൃഷിക്ക് പ്രാധാന്യം നൽകുന്നവരാണ് എന്നതും ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ഈ മേഖലയിൽ നല്ല വിളവ് പ്രതീക്ഷിച്ചിരുന്ന കർഷകർ ഏറെ നിരാശയിലായിരിക്കുകയാണ്. നാടൻ വാഴപ്പഴങ്ങൾക്ക് വിപണിയിൽ നല്ല ഡിമാൻഡായിരുന്നു. ഈ മേഖലയിലെ വിളവും ലഭ്യതയും കുറഞ്ഞതോടെ തമിഴ്നാട് അടക്കമുള്ള അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള വാഴപ്പഴങ്ങൾ വാങ്ങാൻ ഉപഭോക്താക്കൾ നിർബന്ധിതരാകുകയാണ്. നാടൻ വാഴപ്പഴങ്ങൾക്കുള്ള ഡിമാൻഡ് മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന വാഴപ്പഴങ്ങൾക്ക് ഇല്ലെങ്കിലും ലഭ്യത കുറവ് കാരണം തമിഴ്നാട്ടിൽ നിന്നുള്ള വാഴപ്പഴങ്ങൾ വാങ്ങി ഉപയോഗിക്കേണ്ട ഗതികേടിലാണ് ഉപഭോക്താക്കൾ. വരൾച്ച രൂക്ഷമായതോടെ വാഴകൾ കൂട്ടത്തോടെ ഉണങ്ങി നിലം പൊത്തുന്നതും പതിവായിട്ടുണ്ട്. കൃഷിയിടങ്ങളിൽ ജലലഭ്യത കുറഞ്ഞതോടെ വാഴയുടെ പിണ്ടിയും ഇലയുമെല്ലാം ഉണങ്ങുന്നു. വരൾച്ചക്കാലത്തുണ്ടാകുന്ന കുലകൾ ചെറുതും ശുഷ്കവുമാണ്. 10,000-കണക്കിന് രൂപ ലോൺ എടുത്ത് കൃഷി ചെയ്ത വാഴ കർഷകർ കൊടിയ വരൾച്ച മൂലം ആത്മഹത്യയുടെ വക്കിലുമാണ്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ആറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ് 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം. മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്,
ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. Kamal Engineering College, established in 2002, is a leading self-financing private co-educational institution. Engineering courses offered here: Civil Engineering, Computer Science and Engineering, Electrical and Electronics Engineering, Electronics and Communication Engineering, Information Technology, Mechanical Engineering, BTech Regulations, BTech Syllabus. MTech courses offered here: MTech in Communication Engineering, MTech in Computer Science and Engineering. Department of Management Studies offers the MPA program shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. Zodiac Silks. പത്തനാപുരം സോഡിയാക്കിൽ വൻ ഡിസ്കൗണ്ട് മേള. സോഡിയാക്കിന്റെ 1ാമത് വാർഷികം പ്രമാണിച്ച് ക്ലിയറൻസ് സെയിൽ. എല്ലാ വസ്ത്രങ്ങൾക്കും 50% ഡിസ്കൗണ്ട്, കൂടാതെ മറ്റനേകം സമ്മാനങ്ങളും. ഈ അവസരം ഏതാനും ദിവസങ്ങൾ മാത്രം. Zodiac Silks, opposite town, Juma Masjid, പത്തനാപുരം. കമുകഞ്ചേരി തിരുവിളങ്ങോപ്പൻ ക്ഷേത്രത്തിൽ ആയിരം തിരുനാൾ മഹോത്സവത്തിന്റെ ഭാഗമായി ഉത്സവ ഘോഷയാത്ര നടന്നു. ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിച്ചു. എടുപ്പുകാളകൾ, അത്യാധുനിക ഫ്ലോട്ടുകൾ, താളമേളങ്ങൾ എന്നിവയോടുകൂടി കമുകുഞ്ചേരിയുടെ ഇരുകരകളിൽ നിന്നും ആരംഭിച്ച കെട്ടുകാഴ്ചകൾ ഭൂതത്താൻ നടവഴി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണ്ണ-വെള്ളി നിരക്ക്. ഇന്നത്തെ സ്വർണ്ണം-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണ്ണം-വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കുരിയോട്ടുമല ആദിവാസി കോളനിയിൽ വീട് കത്തിച്ചയാൾ അറസ്റ്റിലായത് കുരിയോട്ടുമല നിവാസിയായ ശിവൻകുട്ടി. പത്തനാപുരത്തെ LDF നേതൃത്വത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. CPI സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി K. പ്രകാശ് ബാബു ഉദ്ഘാടനം ചെയ്തു. മത്സരത്തിനുള്ള തയ്യാറെടുപ്പുകൾ ആരംഭിച്ചതായി ഭീമൻ രഘു. പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും ദൃശ്യങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കർ സായി ഹോസ്പിറ്റൽ പുനലൂർ.